പേരുള്ള നല്ലൊരു കഴിവുള്ള സ്നേഹനിധിയായ നല്ലൊരു ഡോക്ടറെ കിട്ടി. വന്ന പെണ്ണുങ്ങന്മാർക്കെല്ലാം എന്തോ ഒരു സന്തോഷം. ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നായിരിക്കും. അങ്ങ് മംഗലാപുരത്ത് തപ്പിക്കൊണ്ടതാണ്. അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ, അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ, അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ. അപ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ പോയാൽ അവർക്ക് മനസ്സമാധാനം നൽകാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ദുആ പഠിപ്പിച്ചു തന്നു. എളുപ്പല്ലേ? അസ്അലുല്ലാഹൽ അലീം. എളുപ്പമാണ്. ഇത് 3 വാക്കേ ഉള്ളൂ. അസ്അലുല്ലാഹൽ അലീം റബ്ബിൽ അർശിൽ അലീം അൻ യശ്ഫീക്. എളുപ്പമാണ്. ഒരു സുന്നത്ത് ഹയാത്താവട്ടെ, സമാധാനിപ്പിക്കുക അവരെ വിഷമം. അഥവാ രോഗികൾ വിഷമം നമ്മളോട് പറയുകയാണെങ്കിൽ ഒരല്പനേരം കേട്ടിരിക്കുക, എന്നിട്ട് സമാധാനിപ്പിക്കുക. അവരോട് ഫാത്തിഹ ഓതാൻ പറയുക, അവരോട് അലം നശ്റഹ് ഓതാൻ പറയുക. മനസ്സിന് സമാധാനം കിട്ടുന്ന വഴികൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇടയിൽ നമ്മൾ പറഞ്ഞു പകുതിക്കിട്ടൊരു കാര്യമുണ്ട്. എന്താണ് മനസ്സിന്റെ സ്വസ്ഥത തിരിച്ചു കിട്ടാത്തത് എന്ന് വെച്ചാൽ നമ്മുടെ BP എപ്പോഴും എന്താണ് നോർമലായി നിൽക്കാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥത സാധ്യമാക്കാത്തത്? ഒരുപാട് കാരണങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനാണ് എന്റെ റബ്ബ് എന്ന തോന്നൽ ഉപേക്ഷിക്കുക, അള്ളാഹിനെ ബരമേൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കുക. ഇതാണ് ഒന്ന്. എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. നിശ്ചയം നിങ്ങൾ സമാധാനത്തിലാവും. പിന്നെ വളരെ മനസ്സിന് സമാധാനം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ പറയാൻ പോവാം. മനസ്സിന് സമാധാനം കിട്ടാൻ ഏറ്റവും സഹായിക്കുന്ന മറ്റൊരു കാര്യം പറയാൻ പോവാണ്. ഹൃദയത്തിന്റെ ശക്തി കൂട്ടുന്ന ഒരു അമൂല്യമായ കാര്യം പറയാൻ പോവാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ, ഇത് ശ്രദ്ധിക്കണേ, എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ 1, ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ 2, ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ 3. എന്താ പറഞ്ഞത്? വെറുപ്പ്, ദേഷ്യം, പക. മനസ്സിലായിട്ടില്ല? നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ഇപ്പോഴും ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴും വെറുപ്പുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴും പകയുണ്ട്. അന്നെന്തോ കല്യാണത്തിനാറ്റം പോയാൽ എന്തോ പറഞ്ഞു ആളെ കൂട്ടത്തിന്ന്, അതെന്റെ മനസ്സ് നിപ്പുമായിരുന്നില്ല. നഷ്ടം, നിങ്ങളുടെ നഷ്ടമാണ്. അന്ന് ജനറൽ ബോഡി മീറ്റിംഗിന്റെ അന്ന്, കമ്മിറ്റി മീറ്റിംഗിന്റെ അന്ന് എന്തോ ഒരു വർത്താനം പറഞ്ഞത് ഇപ്പോഴും അത് പറയണ്ടില്ലേനും. അതെന്റെ മനസ്സിന്ന് മാഞ്ഞു പോവൂല എന്നാണ് നിങ്ങൾ പറയുന്നു എങ്കിൽ നിങ്ങൾക്ക് രോഗം ശിഫയാവൂല, സാധ്യതയില്ല, ചാൻസ് ഇല്ല. ഫോർഗീവ് മൈൻഡ്, വിട്ടുവീഴ്ച മനസ്ഥിതി. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നോട് തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കുക, തന്നോട് അപരാധം ചെയ്തവർക്ക് പുറത്തു കൊടുക്കുക, തന്നോട് അനീതി കാണിച്ചവരോട് മാപ്പ് കൊടുക്കുക. അതുകൊണ്ട് ലോകത്ത് ജീവിച്ചവരിൽ ഏറ്റവും ഹൃദയശക്തിയുള്ളയാൾ, ഏറ്റവും വലിയ മനസ്സമാധാനത്തോടെ ജീവിച്ചയാൾ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗുണം കിട്ടുന്ന ഒരു വിഷയമാണ് പറയണത്. നിങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഈ സമയം വരെ, ഈ പ്രസംഗം കേൾക്കുന്ന ഈ സമയം വരെ നിങ്ങളുടെ ഹൃദയത്തിൽ ആരെക്കുറിച്ചെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ ഈ സദസ്സെന്ന് പിരിയുന്നതിന് മുന്നേ അല്ലാഹുവേ ഞാൻ ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളുടെ ഹൃദയത്തിന് സൗഭാഗ്യമുണ്ടോ? എന്റെ ചോദ്യം അങ്ങനെയാണ്. നിങ്ങൾക്ക് പറ്റുമോന്നല്ല ഞാൻ ചോദിക്കണത്. നിങ്ങളോട് അനീതി കാണിച്ച മനുഷ്യൻ, നിങ്ങളോട് തെറ്റ് ചെയ്ത മനുഷ്യൻ, നിങ്ങളെ ആക്രമിച്ചയാൾ, നിങ്ങളെ ദ്രോഹിച്ചയാൾ, നിങ്ങളുടെ വഴി മുടക്കിയ മനുഷ്യൻ, നിങ്ങളുടെ കല്യാണത്തിന് ഇടങ്കോല് വെച്ച മനുഷ്യൻ, നിങ്ങളുടെ ഏതോ കച്ചവടം മുടക്കിയ മനുഷ്യൻ, ആ മനുഷ്യനോട് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് മാപ്പ് കൊടുക്കാൻ മാത്രം സൗഭാഗ്യമുള്ള ഹൃദയമാണോ നിങ്ങളുടേത് എന്നാണ് എന്റെ ചോദ്യം.
ഇല്ലെങ്കിൽ, ആ ഭാഗ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറാൻ ചാൻസ് കുറവാണ്. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ സദസ്സിൽ നിന്ന് ഗൗരവമുള്ള ഒരു ചോദ്യം എനിക്ക് വന്നു. അവൻ തെറ്റ് എന്നോട് ചെയ്തിട്ട്, ചോദ്യാണേ, അവൻ എന്നോട് തെറ്റ് ചെയ്തിട്ട് ഞാനോ എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാത്തതിന് എന്റെ രോഗം മാറാണ്ടിക്കേ? അതിന്റെ മറുപടി, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോളി, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അത് ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് വേഗം തിരിയുന്ന ഒരു കഥ പറഞ്ഞ പിള്ളേരുണ്ട്, എന്നാലും പറയാം, വലിയാക്കല്ലേ തിരിയൂന്ന് വിചാരിച്ചിട്ട്. അല്ല, ഭാര്യയും ഭർത്താവും വൈകുന്നേരം എന്തോ പറഞ്ഞ് തെറ്റി. ഇവര് എങ്ങനെയാ രാത്രി കിടക്കുക? ഒന്ന് അങ്ങേക്ക് ഒന്ന് ഇങ്ങേക്ക. ഉറക്ക് കിട്ടുമോ? എനക്കാണെങ്കിൽ ഉറക്ക് കിട്ടൂല. നിങ്ങളെ കഥ എനിക്കറിയില്ല. ഏത് അല്ല, രണ്ടാളും ഒരു സ്ഥലത്തുണ്ട്, ഒന്ന് അങ്ങേ തിരക്കേക്ക് ഒന്ന് ഇങ്ങേ തിരക്കേക്ക. കടന്നു കൂട്ടിയിട്ടുണ്ടാവൂല. പച്ച മനുഷ്യനാണെങ്കിൽ ഉറക്ക് കിട്ടൂല. എന്തേ? സമാധാനമില്ല, സ്വസ്ഥതയില്ല. വെറുതെ ദേഷ്യം പിടിക്കണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമുക്ക് അനുഭവത്തിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേഗം തിരിയാനാണ് ഈ ഉദാഹരണം എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഈ ഉദാഹരണം എടുക്കൂല, അല്ലെങ്കിൽ ഞാൻ ഈ ഉദാഹരണം പറയൂല. പിന്നെ കരിമ്പാറ പോലത്തെ കല്ലാന്നും കിടക്കുന്നതിനും ഉറങ്ങും. അതുണ്ട്, അങ്ങനുണ്ട്. മനസ്സിലായില്ലേ? ആഫ്രിക്കൻ ജയിലിലെ പോലീസാക്കേണ്ട ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആണെങ്കിൽ പായിന്റെ തല കണ്ടാൽ മതി, ഉറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് വൈകുന്നേരം വിപ്ലവം ഉണ്ടാക്കിയൊന്നും വിഷയമല്ല. വൈകുന്നേരം ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയമാണോ? ഇശാ കഴിഞ്ഞിട്ട് ഒന്നും കൂടി അതിന്റെ ബാക്കി പറഞ്ഞ വിഷയമാണോ? കിടക്കുമ്പോഴത്തേക്ക് കൂർക്കം ബലി കേൾക്കുന്നുണ്ടാവും. വല്ലാത്ത മനുഷ്യൻ. പച്ച മനുഷ്യരില്ലേ, ഖേദവും കൃപയും സാധാരണ മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണ്. സ്വസ്ഥത കിട്ടൂല. ഈ സ്വസ്ഥത മനസ്സിൽ നിന്ന് നീങ്ങണമെങ്കിൽ ഈ ദേശത്തിന്റെ വാശിയുടെയും പകയുടെയും അതങ്ങ് നീങ്ങണം. അപ്പോഴേ സ്വസ്ഥത വരുള്ളൂ, അപ്പോഴേ സമാധാനം വരുള്ളൂ. ഇതെല്ലാ കാര്യത്തിലും ബാധകമാണ്. തെറ്റ് ചെയ്തവൻ, നമ്മെ ദ്രോഹിച്ചവൻ അവന്റെ വഴിക്ക് പോയി നമ്മൾ അവനോട് പകവെച്ച് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ അവനോട് വെറുപ്പ് സൂക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ, അതിന്റെ വേസ്റ്റാണ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്ന് കളിക്കുക. അതിന്റെ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ കടന്നു കളിക്കുക. സമാധാനം കിട്ടൂല, സ്വസ്ഥത കിട്ടൂല, റാഹത്ത് കിട്ടൂല. ഭക്ഷണത്തിന്റെ രുചി അറിയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്ക്. നമ്മൾ ഒരാളോട് ദേഷ്യം പിടിച്ച സന്ദർഭത്തിൽ, നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, ഇതും കൂടി ശ്രദ്ധിക്ക്. നമ്മൾ ഒരാളോട് നല്ലോണം ദേഷ്യം പിടിച്ച സമയത്താണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിന്റെ രുചി അറിയാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. സാധാരണ മനുഷ്യര് കഴിയൂല. ഈ ഹൃദയത്തിന്റെ പ്രത്യേകത അത് ദിക്റുള്ളയുടെ ഇടമാണ്. അള്ളാന്റെ ദിക്ർ, അള്ളാഹുവിന്റെ ദിക്റിന്റെ ഇടമാണ് ഖൽബ് എന്ന് പറയുന്നത്. അവിടെ അതല്ലാത്ത ഫിക്ർ വന്നാൽ, ദിക്റിന് പകരം ഫിക്ർ വന്നാൽ, പ്രയോഗം ശ്രദ്ധിക്കണം. ഇത് ദിക്റിന്റെ ഇടം, ഹൃദയമെന്ന് പറയുന്നത് ദിക്റിന്റെ ഇടമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനഃശാന്തിയുടെ ഖുർആനിക വഴി പരിശോധിക്കുമ്പോ, മനസമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ ഖുർആനിക വഴി പരിശോധിക്കുമ്പോ, അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള ദിക്റാണ് തുമഇനീനത്തുൻ നഫ്സിനാവശ്യം. ശാന്തമായ മനസ്സുണ്ടാവാൻ, സമാധാനമുള്ള മനസ്സുണ്ടാവാൻ, സംതൃപ്തിയുള്ള മനസ്സുണ്ടാവാൻ, ഇനന്നഫ്സുണ്ടാവാൻ, തുമഇനീനത്തുൻ നഫ്സുണ്ടാവാൻ, സാറ്റിസ്ഫൈഡ് ആവാൻ, സംതൃപ്തമായ അവസ്ഥയുണ്ടാവാൻ ബിദിക്രില്ലാഹ്, അള്ളാന്റെ ദിക്ർ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ശരീരത്തിന്റെ താളം പിഴക്കുന്നത് എപ്പോഴാണ്? ഫിക്ർ വന്നിവിടെ നിൽക്കുമ്പോഴാണ്. ശരീരത്തിന്റെ അവയവങ്ങൾ, അതിന്റെ പ്രവർത്തനം തെറ്റുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. ഡിസോർഡർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ശ്രദ്ധിക്ക്, ഡിസോർഡർ, ഓർഡർ തെറ്റുക, ഡിസോർഡർ ആവുക. ഇന്റേണൽ ഓർഗൻസ്, ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം താറുമാറാവുക, ഡിസോർഡർ ആവുക. ഓർഡർ ഡിസോർഡർ. നിങ്ങൾ ശ്രദ്ധിക്കേ,
ഇത് പഠിക്കാനുള്ള സദസ്സ്